നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇളന്തേശം ബ്ലോക്കിലെ ക്ഷീരശ്രീ വനിതാ ഗ്രൂപ്പുകൾക്ക് പശുവാങ്ങൽ നൂതന പദ്ധതിയുടെയും ബ്ലോക്ക് ക്ഷീര കർഷക സംഗമത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വേനൽ കടുത്തതോടുകൂടി ജലക്ഷാമം രൂക്ഷമായെങ്കിലും നടപടിയെടുക്കാതെ വാട്ടർ അതോറിറ്റി എന്ന് പരാതി. കരിമണ്ണൂരിൽ പലയിടങ്ങളിലും കഴിഞ്ഞ 6 മാസമായിട്ട് ജലവിതരണം താറുമാറായ അവസ്ഥയിൽ. വേനൽ കനത്തതോടെ ഹൈറേഞ്ചിന്റെ കാർഷിക മേഖലയാകെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. വട്ടവടയിലെ ശീതകാല പച്ചക്കറി കർഷകർ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിൽ. കോതമംഗലം താലൂക്കിലെ ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ഉയർന്ന ഫെയർ വാല്യൂ RDO 2 ആഴ്ചയ്ക്കകം പുനർനിർണ്ണയിക്കുമെന്ന് മന്ത്രി GR അനിൽ. ഇടുക്കി ജില്ലാ CPM നേതൃത്വത്തിനെതിരെ UDF. ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി നിർവഹണം തടസ്സപ്പെടുന്നതിൻ്റെ ഉത്തരവാദിത്തം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കളക്ടറും ആസൂത്രണ സമിതി അംഗം CV വർഗീസും ഏറ്റെടുക്കണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും കൺവീനർ പ്രൊഫസർ MJ ജേക്കബും തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. ക്ഷീരവികസന വകുപ്പിൻ്റെയും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിലെ ക്ഷീരസംഘങ്ങളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലും മിൽമ, മൃഗസംരക്ഷണ വകുപ്പ്, കേരള ഫീഡ്സ് എന്നിവയുടെ സഹകരണത്തോടെയും ക്ഷീരശ്രീ വനിതാ ഗ്രൂപ്പുകൾക്ക് പശുവാങ്ങൽ നൂതന പദ്ധതി ഉദ്ഘാടനവും ബ്ലോക്ക് ക്ഷീര കർഷക സംഗമവും വെള്ളിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ക്ഷീരമേഖലയിൽ മികവ് പുലർത്തുന്ന ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയ്ക്കാണ് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിനെ ഫോക്കസ് ബ്ലോക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ക്ഷീരവികസന വകുപ്പിന്റെയും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ബ്ലോക്കിലെ ക്ഷീരസംഘങ്ങളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലും മിൽമ, മൃഗസംരക്ഷണ വകുപ്പ്, കേരള ഫീഡ്സ് എന്നിവയുടെ സഹകരണത്തോടെയും ക്ഷീരമേഖലയിൽ മികവ് പുലർത്തുന്ന ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിനെ ഫോക്കസ് ബ്ലോക്കായി സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫോക്കസ് ബ്ലോക്കിലെ പാലുൽപാദന വർധനവ് എന്ന ലക്ഷ്യത്തിൽ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 16,16,000 രൂപ വകയിരുത്തി ഫോക്കസ് ബ്ലോക്ക് ക്ഷീരശ്രീ വനിതാ ഗ്രൂപ്പുകൾക്ക് പശുവാങ്ങൽ എന്ന നൂതന പദ്ധതിയുടെ ഉദ്ഘാടനവും ബ്ലോക്ക് ക്ഷീര കർഷക സംഗമവും 14-ന് വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ ഇഞ്ചിയാനി ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘത്തിന് സമീപമുള്ള സെന്റ് മാർട്ടിൻ ഡി ഫോറസ്റ്റ് ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷീരമേഖലയിൽ ഫണ്ട് ചെലവഴിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത്. അതുമായി ബന്ധപ്പെട്ട് നിരവധി പുരസ്കാരങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്, നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വർഷം നമ്മൾ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കേരളത്തിലെ 10-ൽ താഴെ ബ്ലോക്കുകൾ ഫോക്കസ് ബ്ലോക്കുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഫോക്കസ് ബ്ലോക്ക് പദ്ധതിയുടെ പരിധിയിൽ വരുന്നുണ്ട്. അതിൻ്റെ ഈ വർഷം സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേകമായ ഫണ്ട് അനുവദിച്ചിട്ടില്ല എങ്കിൽ പോലും ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷം പ്രത്യേക പദ്ധതി പ്രകാരം ഒരു നൂതന പദ്ധതി ഈ വർഷം ഈ ഫോക്കസ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിലേതാണ്ട് ഈ പദ്ധതിയിൽ ഇപ്പം നടപ്പ് പദ്ധതിയിൽ 20 ലക്ഷത്തോളം രൂപ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോക്കസ് ബ്ലോക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഈ ക്ഷീരമേളയോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി അതിൻ്റെ പ്രഖ്യാപനവും ഉദ്ഘാടനവും നടത്തുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരമേഖലയിൽ പ്രത്യേകിച്ച് ക്ഷീരകൃഷിക്കാർക്ക് പാലിന് ഇൻസെൻറ്റീവ്, അതുപോലെ തന്നെ കാലിത്തീറ്റയുടെ സബ്സിഡി ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങൾ ക്ഷീരമേഖലയ്ക്ക് വേണ്ടി മുൻകാലങ്ങളിലൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ വർഷവും ആ പദ്ധതി നമ്മൾ തുടരുന്നുണ്ട്. അങ്ങനെ ക്ഷീരമേഖലയെ താങ്ങി നിർത്താൻ വേണ്ടി വലിയൊരു സംഭാവന ബ്ലോക്ക് പഞ്ചായത്ത്
ക്ഷീരകൃഷിക്കാർക്കായിട്ട് നൽകുന്നുണ്ട്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 28 ക്ഷീരസംഘങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വനിതാ ഘടകം ഫണ്ടിലാണ് ഈ ഫണ്ട് ഉള്ളത്. ഈ ഫണ്ട് നമുക്ക് നൂതന പദ്ധതിയായിട്ട് ഗവൺമെൻറ് പെർമിഷൻ കിട്ടി മാർഗരേഖയിലോട്ട് കൂട്ടിച്ചേർത്ത് പുതിയ പദ്ധതിയാക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വനിതാ ഘടകത്തിലുള്ള ഫണ്ടൊക്കെ നമുക്ക് ത്രിതല പഞ്ചായത്തുകൾക്ക് ഭാവിയിൽ ക്ഷീരമേഖലയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഈ ഒരു നൂതന പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരവികസന വകുപ്പിന് വേണ്ടിയിട്ട് ക്ഷീരവികസന ഓഫീസറായിട്ടുള്ള സുധീഷ് എന്ന ഞാൻ നിർവഹണ ഉദ്യോഗസ്ഥനായിട്ടും ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഗവൺമെൻറ് പെർമിഷൻ കിട്ടി. ഗവൺമെൻറ് അത് നൂതന പദ്ധതിയായിട്ട് അംഗീകരിച്ചു. അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഇതൊരു വഴികാട്ടലും കൂടെയാണ്. മറ്റ് ത്രിതല പഞ്ചായത്തുകൾ ഭാവിയിൽ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ പറ്റും. ബ്ലോക്ക് ക്ഷീരമേഖലയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഡയറി എക്സിബിഷന്റെയും സെമിനാറിന്റെയും ഉദ്ഘാടനം ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യുവിന്റെ അധ്യക്ഷതയിൽ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം നിർവഹിക്കും. MLA PJ ജോസഫ് അധ്യക്ഷത വഹിക്കുന്ന പൊതുസമ്മേളനത്തിൽ പശുവാങ്ങൽ പദ്ധതിയുടെയും ബ്ലോക്ക് ക്ഷീരകർഷക സംഗമത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. ചടങ്ങിൽ ക്ഷീരകർഷകരെ ആദരിക്കൽ, ക്ഷീരകർഷകർക്കുള്ള അവാർഡ് ദാനം, വിരമിച്ച ക്ഷീരസംഘം ജീവനക്കാരെ ആദരിക്കൽ, ക്ഷീരസംഘം പ്രസിഡന്റുമാരെ ആദരിക്കൽ, മറ്റു ത്രിതല പഞ്ചായത്ത് പദ്ധതികളുടെ ഉദ്ഘാടനം എന്നിവയും നടത്തും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാക്കുന്നിൽ, CN വത്സരൻ പിള്ള, ടോമി തോമസ് കാവാലം, ജാൻസി മാത്യു, MJ ജേക്കബ്, ജിജി സുരേന്ദ്രൻ, മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, ക്ഷീരസംഘം പ്രസിഡന്റുമാർ, ജീവനക്കാർ, സഹകാരികൾ, ക്ഷീരസംഘം ഭാരവാഹികൾ, ക്ഷീരകർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം, വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈസി ഡെനിൽ, ബ്ലോക്ക് ക്ഷീരസംഗമം ചെയർമാൻ റോയി കോക്കാട്ട്, കൺവീനറും ഇളന്തേശം ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസറുമായ സുധീഷ് MP എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലാ CPM നേതൃത്വത്തിനെതിരെ UDF. ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി നിർവഹണം തടസ്സപ്പെടുന്നതിൻ്റെ ഉത്തരവാദിത്തം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കളക്ടറും ആസൂത്രണ സമിതി അംഗം CV വർഗീസും ഏറ്റെടുക്കണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും കൺവീനർ പ്രൊഫസർ MJ ജേക്കബും തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി നിർവഹണം തടസ്സപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടമാണെന്ന് CPM പറയുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കളക്ടറും ആസൂത്രണ സമിതി ഉപാധ്യക്ഷനായ CV വർഗീസും കൂടി ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ മതിയെന്നും ഭരണാധികാരികളുടെയും നേതാക്കളുടെയും പിടിപ്പുകേട് മറച്ചുവെക്കുന്നതിന് വേണ്ടി നിരപരാധികളായ പ്രവർത്തകരെ പോരാട്ടത്തിന്റെ പേര് പറഞ്ഞ് തെരുവിലിറക്കുന്നത് മാപ്പർഹിക്കാത്ത വഞ്ചനയാണെന്നും UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും കൺവീനർ പ്രൊഫസർ MJ ജേക്കബും പത്രസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. ഇന്ന് ഈ ത്രിതല പഞ്ചായത്തുകളിലെ പദ്ധതി നിർവഹണത്തിന്റെ തടസ്സം എന്ന് പറയുന്നത്, ഒന്ന്, ഗവൺമെന്റ് സമയാസമയങ്ങളിൽ പദ്ധതി വിഹിതം ഈ പറയുന്ന ത്രിതല പഞ്ചായത്തുകൾക്ക് കൊടുക്കുകയാണ്. 365 ദിവസവും ട്രഷറി ബാനാണ്. ട്രഷറി ബാൻ മാറിയിട്ട് ഒരു കോൺട്രാക്ടർമാരുടെ അവരുടെ ബില്ല് മാറി കിട്ടാനുള്ള ഒരു സാഹചര്യം പലപ്പോഴും ഇല്ല എന്നുള്ളത് കൊണ്ട് അപ്പോൾ പണവും കൊടുക്കുകയല്ല, ഉള്ള പണം മാറാനായിട്ട് ട്രഷറിയിൽ നിന്ന് നിയന്ത്രണവുമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. പഞ്ചായത്തുകളിൽ പലയിടത്തും സെക്രട്ടറിമാരില്ല, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരില്ല. അങ്ങനെ വരുമ്പോൾ ഈ പഞ്ചായത്തുകളിൽ നിന്ന് പദ്ധതി എങ്ങനെ കൊണ്ട് സമർപ്പിക്കാനായിട്ട് കഴിയും? എഞ്ചിനീയറിംഗ് വിങ് എന്ന് പറഞ്ഞ് താറുമാറായി കിടക്കുകയാണ്. ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എഞ്ചിനീയർമാരില്ലാതെ വരുമ്പോൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. TS കൊടുക്കാൻ വേണ്ടി അസിസ്റ്റന്റ് എഞ്ചിനീയർമാരില്ല. പണി തീർന്നു കഴിഞ്ഞാൽ ബില്ലെഴുതാനായിട്ട് എഞ്ചിനീയറിംഗ് ഇല്ല. അങ്ങനെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ആളില്ലാത്തതാണ് മറ്റൊരു കാര്യം. ഇതെല്ലാം ചെയ്യേണ്ടത് ജില്ലാ ഭരണകൂടമല്ല, ഇതെല്ലാം ചെയ്യേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. അത് ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. പദ്ധതി വിഹിതം സമയത്ത് നൽകാത്തതും ട്രഷറി നിയന്ത്രണവുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണം തടസ്സപ്പെടുവാനുള്ള പ്രധാന കാരണങ്ങൾ. ത്രിതല പഞ്ചായത്തുകളിൽ പദ്ധതികൾ സമയത്ത് സമർപ്പിക്കുവാൻ സെക്രട്ടറിമാരും ജീവനക്കാരും ലഭ്യമല്ലാത്തതും, എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ, സാങ്കേതിക അനുമതി നൽകൽ, ബില്ല് തയ്യാറാക്കൽ എന്നിവയ്ക്ക് എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തതും പദ്ധതി നിർവഹണത്തെ ബാധിച്ചിട്ടുണ്ട്. പദ്ധതികൾക്ക് സമയത്ത് അംഗീകാരം നൽകാതെയും ഓൺലൈൻ സംവിധാനങ്ങളിലും സോഫ്റ്റ്വെയറുകളിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചും സർക്കാർ ത്രിതല പഞ്ചായത്തുകളെ വട്ടം കറക്കുകയാണ്. കെട്ടിട നിർമ്മാണ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തുമ്പോൾ 1.5 വർഷം മുൻപ് നിരോധനം പിൻവലിച്ച പിണറായി സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി നടത്തിയ വാഹനജാഥ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി നടത്തിയ തട്ടിപ്പ് വിദ്യയായിരുന്നുവെന്ന് ഏറ്റുപറയാൻ CPM തയ്യാറാകണം.
ഭൂവിഷയങ്ങളുടെ കാര്യത്തിൽ പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ നിയമസഭയിൽ സംസാരിക്കാൻ നട്ടലിന് ബലമില്ലാത്ത എം മണി അന്യസംസ്ഥാനക്കാരിയായ വനിതാ ജില്ലാ കളക്ടറെ പുലഭ്യം പറഞ്ഞതും ഭീഷണി മുഴക്കിയതും ഈ വിഷയത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി നടത്തുന്ന കപട ശ്രമത്തിന്റെ ഭാഗമാണ് കളക്ടറേറ്റ് ധർണ. ഭൂവിഷയങ്ങളുടെ പേരിൽ കഴിഞ്ഞ 6 വർഷമായി നുണപ്രചരണങ്ങൾ നടത്തുന്ന CPM വ്യാജ പ്രചരണം അവസാനിപ്പിച്ച് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ തയ്യാറാകണം. കല്ലുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ഹൈറേഞ്ചിലെ ജനങ്ങൾ ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നതിന് പോലും സ്വന്തം സ്ഥലത്തെ കല്ലെടുക്കുന്നതിന് അനുമതി ലഭിക്കാതെ കല്ലുൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ തമിഴ്നാട്ടിൽ നിന്നും വാങ്ങിക്കേണ്ട ഗതികേടുണ്ടാക്കിയത് ഇടതുഭരണമാണ്. ദുരന്ത നിവാരണത്തിന്റെ പേരിൽ ഇടുക്കിയിലെ ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അശാസ്ത്രീയ നിയന്ത്രണങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നത് ജനദ്രോഹപരമായ നടപടിയാണ്. നിർമ്മാണ സാധനങ്ങളുടെ ദൗർബല്യവും വിലക്കയറ്റവും നിമിത്തം ജനങ്ങൾ വലയുകയും വികസന പ്രവർത്തനങ്ങൾ നിശ്ചലമാവുകയും ചെയ്തിരിക്കുകയാണ്. ഹൈറേഞ്ചിലെ ആവശ്യങ്ങൾക്കുള്ള പാറ പൊട്ടിക്കുന്നതിനുള്ള അനുമതി അടിയന്തരമായി നൽകണം. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടും മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ സമരപരിപാടികളിലൂടെ മൂടിവെക്കുന്നതിനുള്ള ശ്രമങ്ങൾ അപലപനീയമാണെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. പത്രസമ്മേളനത്തിൽ TM ഷംസുദ്ദീൻ ജില്ലാ സെക്രട്ടറി, K സുരേഷ് ബാബു, MK പുരുഷോത്തമൻ, M ഷംസുദ്ദീൻ, NA ബെന്നി എന്നിവർ പങ്കെടുത്തു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ടണൽ നിർമ്മിക്കുക മാത്രമാണെന്ന് മെട്രോമാൻ ശ്രീധരൻ ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി നേതാക്കളോട് അഭിപ്രായപ്പെട്ടതായി സമിതി വർക്കിംഗ് ചെയർമാൻ മാത്യു സ്റ്റീഫൻ XMLA, ചെയർമാൻ KM സുബൈർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ടണൽ നിർമ്മിക്കുക മാത്രമാണെന്ന് മെട്രോമാൻ ശ്രീധരൻ ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി നേതാക്കളോട് അഭിപ്രായപ്പെട്ടതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്ത നോട്ടാണ്. നിങ്ങൾ പത്രക്കാർ എനിക്കറിയാം, ഇത് കൃത്യമായി നിങ്ങളിത് വായിക്കും കാര്യങ്ങൾ. ഈ നോട്ട് കഴിഞ്ഞ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഞാൻ കാണിക്കാൻ കാരണം വ്യാപകമായി ഒത്തിരി സംഘടനകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് തന്നെ ഒപ്പിട്ട് ഈ പേപ്പർ നമുക്ക് തന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു ഗ്രാഫ്, ഏറ്റവും ലാസ്റ്റ് പേജിൽ ആ ഗ്രാഫിൽ അദ്ദേഹം പറയുന്നത് ഈ വെള്ളം മഴ പെയ്യുമ്പോൾ ശക്തിയായിട്ട് വരികയും ഡാമിൻ്റെ പരിസരത്തേക്ക് ജലത്തിൻ്റെ സമ്മർദ്ദം കൂടുകയും ചെയ്യുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ ഡാമിൻ്റെ അടുത്തേക്ക് കൂടുതൽ ജലം വരാതെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഏക മാർഗം ബോട്ടിലിട്ട് ഇരിക്കുന്ന ആ പ്രദേശത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു ടണൽ, ആ ടണലിൽ കൂടെ ഈ വെള്ളം 130 or 136 അത് സർക്കാരുമായിട്ട് സംസാരിച്ച് ധാരണ ഉണ്ടാക്കണം. 130 ആണെങ്കിൽ അത്രയും വെള്ളം നിലനിർത്തിക്കൊണ്ട് അതിന് മുകളിലായിട്ട് ടണൽ വരാവുന്നത് പോലെ ടണൽ തമിഴ്നാട്ടിലേക്ക് വന്നാൽ ഒരിക്കലും കേരളത്തിലെ തടാകത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. അവിടുത്തെ തേക്കടിയിലെ മൃഗങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയും തേക്കടിയിലെ ഒരിഞ്ച് വെള്ളം വനം പോയി വെള്ളത്തിൽ മുങ്ങിപ്പോയില്ല. ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി ചെയർമാൻ KM സുബൈർ, വർക്കിംഗ് ചെയർമാൻ മാത്യു സ്റ്റീഫൻ XMLA, കോട്ടയം ജില്ലാ പ്രസിഡന്റ് വിജയൻ കൊടുങ്ങൂർ എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് ഈ അഭിപ്രായം അദ്ദേഹം വ്യക്തമാക്കിയത്. ഇനിയും മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ ഡാം നിർമ്മിക്കുക എന്നത് അസാധ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരമൊരു ഡാം നിർമ്മിച്ചാൽ പോലും ഇന്നത്തേക്കാൾ വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കായിരിക്കും സംസ്ഥാനത്തെ 6 ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ വളരെ ലാഘവത്തോടെയാണ് ഇക്കാര്യം ചെയ്യുന്നതെന്നും നേതാക്കന്മാർ ചൂണ്ടിക്കാണിച്ചു. കുമളിയിലെ ടൂറിസം 100 കണക്കിന് ഏക്കർ വനഭൂമിയും വന്യമൃഗങ്ങളും ഇല്ലാതാക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. കാര്യങ്ങൾ പഠിക്കാതെ ചിലരുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തീരുമാനങ്ങൾ പാടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്ത് വില കൊടുത്തും മുല്ലപ്പെരിയാർ പ്രശ്നം സമവായത്തിലൂടെ പരിഹരിക്കാനുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കന്മാർ പറഞ്ഞു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് ചെയർമാൻ മാത്യു സ്റ്റീഫൻ XMLA, ചെയർമാൻ KM സുബൈർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വേനൽ കടുത്തതോടുകൂടി ജലക്ഷാമം രൂക്ഷമായെങ്കിലും നടപടിയെടുക്കാതെ വാട്ടർ അതോറിറ്റി എന്ന് പരാതി. കരിമണ്ണൂരിൽ പലയിടങ്ങളിലും കഴിഞ്ഞ 6 മാസമായിട്ട് ജലവിതരണം താറുമാറായ അവസ്ഥയാണ്. എന്നിരുന്നാലും റോഡ് നിർമ്മാണത്തിനെ തുടർന്ന് പൊട്ടിയ പൈപ്പുകൾ മാറ്റാൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. കരിമണ്ണൂർ തൊമ്മൻകുത്ത് റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന 25ഓളം കുടുംബക്കാർ ഇപ്പോൾ കുടിവെള്ളക്ഷാമം മൂലം ദുരിതത്തിലാണ്. വേനൽ കടുത്തതോടുകൂടി കിണറുകൾ പറ്റിയ അവസ്ഥയിലാണ്. സർക്കാർ ഏർപ്പെടുത്തിയ ജപ്പാൻ കുടിവെള്ളം കഴിഞ്ഞ 6 മാസമായി ഈ പ്രദേശത്ത് മുടങ്ങിയിരിക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണം KSTPയുടെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഈ റോഡിൽ പൈപ്പുകൾ പൊട്ടിയിരുന്നു. എന്നാൽ ഈ പ്രദേശത്തേക്കുള്ള പൈപ്പ് ഇപ്പോഴും പൊട്ടി വെള്ളം പാഴാകുന്ന നിലയിലാണ്. നിരവധി തവണ വാട്ടർ അതോറിറ്റിയിലും അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് വാട്സപ്പിലൂടെയും പഞ്ചായത്ത് മെമ്പർ മുഖേനയും പരാതികൾ അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥരാരും ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന് വാട്ടർ കണക്ഷൻ ഉപഭോക്താക്കൾ പറയുന്നു. ഈ റോഡിലേക്കുള്ളതാണ് കരിമണ്ണൂർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കഴിയുന്നത് റൈറ്റ് സൈഡിലേക്ക് തിരിയുന്ന വഴിയാണ്. ആ വഴിക്ക്
ആ തിരിയുന്നിടത്ത് കരിമണ്ണൂർ നെയ്ശ്ശേരി തോക്കുമ്പൻ സാഡിൽ റോഡ് പണി തുടങ്ങിയതിന് ശേഷം അതിരൂക്ഷമായിട്ട് അവിടെ വെള്ളം ലീക്ക് ചെയ്യുന്നുണ്ട്. ആ ലീക്കിന് പല പ്രാവശ്യം റിപ്പോർട്ട് നൽകിയിട്ടും ആരും അത് പരിഗണിച്ചിട്ടില്ല. അതിനിടയിൽ ഞാൻ നേരിട്ട് വാട്ടർ അതോറിറ്റിക്ക് തൊടുപുഴ കംപ്ലയിൻറ്റ് നൽകി. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു വാട്സാപ്പിലൊരു കംപ്ലയിൻറ്റ് സെൻഡ് ചെയ്യാൻ പറഞ്ഞു. ഫെബ്രുവരി 18-ാം തീയതി ഞാൻ വാട്സപ്പിൽ എൻ്റെ കൺസ്യൂമർ നമ്പർ വെച്ചിട്ട് ഞാൻ വാട്സപ്പിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. അതിനവരെനിക്ക് റിപ്ലൈ തന്നു, നോട്ടിട്ടെന്നും പറഞ്ഞു. അതായത് കംപ്ലയിൻറ്റ് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും അതിന് യാതൊരു ആക്ഷനും അതിൻ്റെ മേൽ എടുത്തിട്ടില്ല. ഞങ്ങളിവിടെ ഈ കടും വേനലിൽ കുടിവെള്ളത്തിനായിട്ട് വളരെ ബുദ്ധിമുട്ടുകയാണ്. ഒരു 10 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കംപ്ലയിൻറ്റ് കേൾക്കാത്തതുകൊണ്ട് പഞ്ചായത്തിൽ ഞങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ട് ആൻസി ടീച്ചറുമായിട്ട് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തു. പുള്ളിക്കാരി ഇത് തന്നെയാണ് പറഞ്ഞത്. ഞാനൊരു 100 പ്രാവശ്യം അവർക്ക് ഫോൺ ചെയ്തു, പക്ഷേ അവർ ഒരു ആക്ഷനും എടുക്കുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന എൻ്റെ അഭിപ്രായം. ഇത് കൃത്യമായിട്ട് മാസം തോറും ബില്ല് വരുന്നുണ്ട്, കാശടയ്ക്കുന്നുമുണ്ട്. അതിനൊരു പഞ്ഞവുമില്ല. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ മുഴുവൻ വയസ്സായ ആൾക്കാരും രോഗികളുമായ ആൾക്കാരാണ് ഈ ഭാഗത്ത് താമസിക്കുന്ന മുഴുവൻ. അതിൻ്റെ ഒരു പരിഗണന പോലും ഇതെല്ലാം ഓഫീസിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവർക്കറിയാവുന്ന കേസുകളാണ്. അവർ പറയുന്നത് ഞങ്ങളല്ല ഇത് ചെയ്യേണ്ടത്, KSTP ചെയ്യേണ്ടതെന്ന് വാട്ടർ അതോറിറ്റി പറഞ്ഞു. KSTP ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, എന്നിട്ട് യാതൊരു നടപടി അതിനകത്തില്ല. ഏതാണ്ട് 25ഓളം വീടുകൾ ഈ കുടിവെള്ളത്തെ ഈ പൈപ്പ് ലൈൻ വഴിയുള്ള വെള്ളം ആശ്രയിച്ച് കഴിയുന്നവരാണ്. അതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ലൈൻ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തി അത് വേണ്ട രീതിയിലുള്ള ഒരു മെയിൻ്റനൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. വെള്ളത്തിൻ്റെ ലീക്ക് മെയിൻ റോഡിൽ കുഴിയുണ്ട്. ആ കുഴിക്കകത്ത് എപ്പോഴും വെള്ളം വരുന്ന സമയത്ത് ആ കുഴി നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ വെള്ളം ഇവിടെ വരാത്തതുകൊണ്ടല്ല, അത് വീടുകളിലേക്കുള്ള ലൈൻ അത് കറക്റ്റാക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്ത് ഒരിക്കലും വെള്ളക്ഷാമം ഉണ്ടാകുകയില്ല. അതിനുള്ള ഒരു സത്വര നടപടിയാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. അതെ, ആദ്യമൊക്കെ ഈ പറഞ്ഞ ഇങ്ങനെ വന്നു, അത് കഴിഞ്ഞിട്ട് രക്ഷയില്ല. പിന്നെ അത് 70 രൂപയാക്കി, അല്ല 40 രൂപ എന്നുള്ള കൂട്ടി 70ആയി. ഇങ്ങനെ ഇതുകൂട്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ഡിസംബർ 25-ാം തീയതി ഞാൻ കട്ട് ചെയ്തതാണ്. എന്നത് വെറുതെ ഞാൻ കാശ് കൊടുക്കണം. ആ കാശ് കൊണ്ട് എനിക്ക് വെള്ളം വണ്ടിക്കടിപ്പിക്കാം, എവിടെ നിന്നെങ്കിലും കാശ് കൊടുത്ത് മേടിക്കാം. ഈ പറഞ്ഞ റോഡിൽ വെള്ളം വരുന്ന സമയത്ത് ശക്തമായി വെള്ളം ചീറ്റുന്ന അവസ്ഥയിലാണ്. ഇവിടെയുള്ള പൈപ്പുകൾ യഥാക്രമം ശരിയാക്കി കൂടുതൽ സമയം ഈ പ്രദേശത്തേക്കുള്ള വാൽവുകൾ തുറന്നാൽ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ള കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രദേശവാസികളായ AJ വർക്കി അറക്കക്കുടിയിൽ, ഡൊമിനിക് കോട്ടയിൽ, ജോർജ് മാതാളിക്കുന്നേൽ, ഫ്രാൻസിസ് കുഴിക്കാട്ട്, മത്തച്ചൻ അറക്കത്തോട്ടം, ജോസഫ് പൈമ്പിളിൽ എന്നിവർ പറഞ്ഞു. തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നെഫ്രോളജി ആൻഡ് ഡയാലിസിസ് വിഭാഗം മാർച്ച് 13-ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനങ്ങളും ഈ വിഭാഗത്തിൽ ലഭ്യമായിരിക്കും. കൂടാതെ 13-ാം തീയതി മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്നും അവർ പറഞ്ഞു. തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നെഫ്രോളജി ആൻഡ് ഡയാലിസിസ് വിഭാഗം 13-ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജെറി ജോസഫിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഈ വിഭാഗത്തിൽ ലഭ്യമായിരിക്കും. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനങ്ങൾ, ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് രോഗികൾക്ക് എല്ലാ മാസവുമുള്ള ബ്ലഡ് ടെസ്റ്റ്, ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് രോഗികൾക്ക് രക്തം കൂടുവാനുള്ള ഇഞ്ചക്ഷൻ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. പാരമ്പര്യമായുള്ള കിഡ്നി രോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള വിദഗ്ധ ചികിത്സകളും ഈ വിഭാഗത്തിൽ ലഭ്യമായിരിക്കും. കൂടാതെ ലോക വൃക്ക ദിനത്തോട് അനുബന്ധിച്ച് 13 മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും ഉണ്ടായിരിക്കും. ഞാൻ ഇവിടെ നെഫ്രോളജിസ്റ്റായിട്ട് അല്ലസറിൽ ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. നമ്മളിവിടെ നൽകുന്ന സേവനങ്ങൾ, അതായത് ഡയാലിസിസ് രോഗികൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനങ്ങൾ നൽകുന്നതാണ്. അതുകൂടാതെ തന്നെ ഡയാലിസിസായിട്ട് അനുബന്ധമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളും അനുബന്ധമായിട്ടുള്ള മരുന്നുകളും ഇതെല്ലാം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമ്മളിവിടെ നൽകുന്നതാണ്. ഇതുകൂടാതെ തന്നെ മറ്റ് കിഡ്നി രോഗങ്ങൾ, അതായത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, താൽക്കാലിക വൃക്കസ്തംഭനം, ക്രോണിക് കിഡ്നി ഡിസീസ്, പ്രമേഹം മൂലമുണ്ടാകുന്ന കിഡ്നി രോഗങ്ങൾ, BP ബ്ലഡ് പ്രഷർ കൂടി ഉണ്ടാകുന്ന കിഡ്നി രോഗങ്ങൾ, ജനിതമായിട്ടുള്ള കിഡ്നി രോഗങ്ങൾ, വേറെ മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ
നഷ്ടമായി ഉണ്ടാകുന്ന കിഡ്നി രോഗങ്ങൾ, അതുകൂടാതെ നെഫ്രോട്ടിക് സിൻഡ്രോം മുതലായ എല്ലാ ചികിത്സകളും ഇവിടെ തന്നെ ഡയഗ്നോസ് ചെയ്യുകയും ട്രീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ നാളെയാണ് ലോക വൃക്ക ദിനം, അത് വേൾഡ് കിഡ്നി ഡേ. അത് എല്ലാ വർഷവും മാർച്ച് മാസം 13-ാം തീയതിയാണ് ആചരിക്കുന്നത്. അപ്പം നാളത്തെ 2025 വേൾഡ് കിഡ്നി ഡേയുടെ തീം ഡിറ്റക്ട് ഏർലി പ്രൊട്ടക്ട് ഏർലി എന്നാണ്. വൃക്കരോഗം നേരത്തെ കണ്ടുപിടിക്കുക, അത് നേരത്തെ കണ്ടുപിടിച്ചാൽ നേരത്തെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അത് കൂടുന്നത് നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. നാളെ മുതൽ ഒരാഴ്ച വരെ ഡോക്ടർ കൺസൾട്ടേഷൻ ഫ്രീ ആയിരിക്കും. അതുകൂടാതെ വൃക്ക രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള ബ്ലഡ് ടെസ്റ്റ്, അതായത് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും യൂറിൻ ടെസ്റ്റും യൂറിൻ റൂട്ടീനും ഫ്രീ ആയി എല്ലാ പേഷ്യൻസിനും നൽകുന്നതാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പൈജാസ് മൂസ, അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഡോക്ടർ ജെറി ജോസഫ്, നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് HOD, സുധീർ MP ബാസുരി, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് 16.40 കോടി രൂപയുടെ ബജറ്റ്. 2025-26 വർഷത്തെ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി മാത്യു പൊന്നാട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CN ബിന്ദു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് 2025-2026 വർഷത്തെ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി മാത്യു പൊന്നാട്ട് അവതരിപ്പിച്ചു. 16.40 കോടി രൂപ വരവും 16.21 കോടി രൂപ ചിലവും 19.07 ലക്ഷം രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ഉൽപാദന മേഖലയിൽ നെൽകൃഷി സംരക്ഷണവും ക്ഷീരവികസനവുമാണ് പ്രധാന ലക്ഷ്യം. സേവന മേഖലയിൽ ലൈഫ്, PMAY ഭവന പദ്ധതി, പാലിയേറ്റീവ് പരിചരണം, ഭിന്നശേഷി സ്കോളർഷിപ്പ്, വനിതാ ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ, യുവ കലാകാരന്മാർക്ക് വജ്ര ജൂബിലി ഫെലോഷിപ്പ്, SC/ST വിദ്യാർത്ഥികൾക്ക് പഠനമുറി, സ്കോളർഷിപ്പ്, കുടിവെള്ള പദ്ധതികൾ തുടങ്ങിയവയും പാശ്ചാത്തല മേഖലയിൽ ഗ്രാമീണ റോഡുകളെ ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള പദ്ധതികളുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 2025-26 വർഷവും ലഭ്യമാകുന്ന മുഴുവൻ ഫണ്ടും ചെലവഴിച്ച് കാര്യക്ഷമമായ പ്രവർത്തനം നടത്തുവാൻ നമുക്ക് കഴിയും എന്ന ആത്മവിശ്വാസത്തോടെ 16,40,79,536 രൂപ വരവും 16,21,71,800 രൂപ ചെലവും 19,07,736 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന 2025-26 വാർഷിക ബഡ്ജറ്റ് എല്ലാവരുടെയും ചർച്ചകൾക്കും അംഗീകാരത്തിനുമായി സവിനയം സമർപ്പിക്കുന്നു. ബഡ്ജറ്റ് 2025-26 സംസ്ഥാന ബഡ്ജറ്റ് പ്രകാരം 2025-26 വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിനുള്ള ബഡ്ജറ്റ് വിഹിതമായി ജനറൽ വിഭാഗത്തിൽ 1,52,17,000 രൂപയും പട്ടികജാതി വികസന ഫണ്ടിനത്തിൽ 52,88,000 രൂപയും പട്ടികവർഗ വികസന ഫണ്ടിനത്തിലും 6,12,000 രൂപയും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഇനത്തിൽ 54,08,000 രൂപയും ഉൾപ്പെടെ 2,65,20,000 രൂപയാണ് പദ്ധതി വിഹിതമായി ലഭിക്കുക. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മാർട്ടിൻ ജോസഫ് ഗ്ലോറി, പൗലോസ്, അന്നു അഗസ്റ്റിൻ, മെമ്പർമാരായ ബിന്ദു ഷാജി, നീതു ഫ്രാൻസിസ്, അജിനാസ്, ലാലി ജോയി, A ജയൻ, ജിജോ ജോർജ്, NK ബിജു എന്നിവർ ആശംസകൾ നേർന്നു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CN ബിന്ദു പ്രതിജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വേനൽ കനത്തതോടെ ഹൈറേഞ്ചിന്റെ കാർഷിക മേഖലയാകെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. വേനൽ ഇനിയും കനത്ത് ജലലഭ്യത കുറഞ്ഞാൽ കാര്യങ്ങൾ ഇനിയും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയാണ് വട്ടവടയിലെ ശീതകാല പച്ചക്കറി കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നത്. കൂടുതൽ തടയണങ്ങളും കനാലുകളും തീർത്ത് വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുവരുത്തിയാൽ വേനലിലും പച്ചക്കറി യഥേഷ്ടം വിളയിക്കാമെന്ന് കർഷകർ പറയുന്നു. ജലലഭ്യതയാണ് വട്ടവടയിലെ ശീതകാല പച്ചക്കറി കർഷകരും നേരിടുന്ന പ്രധാന വെല്ലുവിളി. വേനലിന് കാഠിന്യമേറി മണ്ണ് കൂടുതലായി വരളുന്നതോടെ പുതിയ കൃഷി ഇറക്കുന്നത് നീളും. ജലത്തിന്റെ ലഭ്യത കുറവിനൊപ്പം പകൽ സമയത്തെ ഉയർന്ന ചൂടുകൂടിയാകുമ്പോൾ കൃഷിവിളകൾ കരിഞ്ഞു തുടങ്ങും. വേനൽക്കാലത്തും കൃഷിയിടങ്ങളിൽ ആവശ്യാനുസരണം ജലലഭ്യത ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ വട്ടവടയിൽ യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം. കൂടുതൽ തടയണകളും കനാലുകളും തീർത്ത വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുവരുത്തിയാൽ വേനലിലും പച്ചക്കറി യഥേഷ്ടം വിളയിക്കാമെന്ന് കർഷകർ പറയുന്നു. വട്ടവട പഞ്ചായത്തിലെ വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ, അത് കൃഷിക്ക് വേണ്ടിയുള്ള വെള്ളം സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു ചെക്ക് ഡാം പോലും വട്ടവട പഞ്ചായത്തിലില്ല. സർക്കാർ ഭാഗത്ത് നിന്ന് ചെക്ക് ഡാമുകൾ കുറേ ഈ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കുറേ ചെക്ക് ഡാമുകൾ, തടയണകൾ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ വട്ടവട പഞ്ചായത്തിലെ കൃഷി എനി ടൈമും കേരളത്തിൽ തന്നെ എനി ടൈം പച്ചക്കറി കിട്ടാനുള്ള സാധ്യതയുണ്ട്.
ഇപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം നല്ല കൃഷിയും ഇപ്പം കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമാണ് വട്ടവട കർഷകർക്കുള്ളത്. തടയണയിലോ ചെക്ക് ഡാമുകളും ഉണ്ടെങ്കിൽ വട്ടവടയിൽ എനി ടൈമും പച്ചക്കറി, സ്ട്രോബെറി എല്ലാ വിളകളും ഇവിടെ നിന്ന് ലഭ്യമാകും. മൂപ്പെത്തുന്ന പച്ചക്കറികൾ വിളവെടുത്ത ശേഷം അടുത്ത കൃഷി ഇറക്കുന്നതിനുള്ള കർഷകരുടെ കാത്തിരിപ്പ് നീളും. കൃഷിയിടങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുന്ന ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് മുൻപോട്ട് പോക്കുണ്ടായില്ല എന്ന ആക്ഷേപവും വട്ടവടയിലെ കർഷകർക്കുണ്ട്. സൂര്യകാന്തി മുതൽ ക്യാരറ്റും ക്യാബേജും ബീൻസും സ്ട്രോബെറിയും എല്ലാം വട്ടവടയിൽ കർഷകർ ധാരാളമായി വിളയിക്കുന്നു. വേനൽക്കാലത്തുകൂടി കർഷകർക്ക് വേണ്ടവിധം കൃഷി തുടരാനായാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാകും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോതമംഗലം താലൂക്കിലെ ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ഉയർന്ന ഫെയർ വാല്യൂ RDO 2 ആഴ്ചയ്ക്കകം പുനർനിർണ്ണയിക്കുമെന്ന് മന്ത്രി GR അനിൽ നിയമസഭയിൽ അറിയിച്ചു. ഉയർന്ന ഫെയർ വാല്യൂ പുനർനിർണ്ണയം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി ജോൺ MLAയുടെ സബ്മിഷന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം സഭയിൽ വ്യക്തമാക്കിയത്. ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ഉയർന്ന ഫെയർ വാല്യൂ RDO 2 ആഴ്ചയ്ക്കകം പുനർനിർണ്ണയിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജന് വേണ്ടി മന്ത്രി GR അനിൽ നിയമസഭയിൽ അറിയിച്ചു. ഉയർന്ന ഫെയർ വാല്യൂ പുനർനിർണ്ണയം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി ജോൺ MLAയുടെ സബ്മിഷന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം സഭയിൽ വ്യക്തമാക്കിയത്. കോതമംഗലം താലൂക്കിലെ ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചിട്ടുള്ളത് അശാസ്ത്രീയമെന്ന് ചൂണ്ടിക്കാട്ടി അംഗം ഉന്നയിച്ചിരിക്കുന്ന വിഷയം തികച്ചും ന്യായമാണ്. ഈ വിഷയം മുൻപും അംഗം ഉന്നയിച്ചിരുന്നു. അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ നടപടി സ്വീകരിച്ചു വരുന്നതും 5 വർഷത്തിലൊരിക്കൽ ഫെയർ വാല്യൂ പുതുക്കി നിശ്ചയിക്കുവാനുള്ള റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ അധികാരം വിനിയോഗിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ ഫെയർ വാല്യൂ പുതുക്കി നിശ്ചയിക്കുവാനുള്ള നടപടിയുമായി മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. കോതമംഗലം താലൂക്കിലെ ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചിട്ടുള്ളത് അശാസ്ത്രീയമെന്ന് ചൂണ്ടിക്കാട്ടി ബഹു അംഗം ഉന്നയിച്ചിരിക്കുന്ന വിഷയം തികച്ചും ന്യായമാണ് സാർ. ഈ വിഷയം മുമ്പും ബഹു അംഗം ഉന്നയിച്ചിരുന്നു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് ആയത് പരിശോധിക്കുകയും ഇരമല്ലൂർ വില്ലേജിൻ്റെ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ വരുന്ന വില്ലേജുകളിലെ ഭൂമിയുടെ ന്യായവിലയും ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ന്യായവിലയും തമ്മിൽ വളരെ അന്തരം നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളതാണ്. മേപ്പടി വിഷയം സംബന്ധിച്ച് എറണാകുളം ജില്ലാ കളക്ടർ നിരവധി യോഗങ്ങൾ നടത്തിയിട്ടുള്ളതും 1/6/2024 യോഗത്തിൽ ഇരമല്ലൂർ വില്ലേജിലെ ന്യായവില 14/8/2018 സർക്കാർ ഉത്തരവിലെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പുനർനിർണ്ണയിക്കുന്നതിന് വേണ്ടി നിശ്ചിത കാലപരിധിക്കുള്ളിൽ ശുപാർശ സമർപ്പിക്കുവാൻ യോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കോതമംഗലം തഹസീൽദാർ സമർപ്പിച്ച പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിൽ ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിക്ക് 2010 നിശ്ചയിച്ച ഫെയർ വാല്യൂവിന് പകരം പുതുക്കിയ ഫെയർ വാല്യൂ നിർണ്ണയിച്ചിട്ടുള്ളതും ഈ വില സമീപ വില്ലേജുകളിലെ ഭൂമിയുടെ ന്യായവിലയുമായി യോജിച്ചു വരുന്നതുമാണ്. ഓരോ സർവേ നമ്പറുകളിലും ഉൾപ്പെട്ടു വരുന്ന കാറ്റഗറികൾക്ക് വില കണക്കാക്കിയിട്ടുള്ളതും ആയത് കമ്പോള വിലയുടെ ആനുപാതികമായി നിശ്ചയിക്കാവുന്നതായി കണ്ടെത്തിയിട്ടുള്ളതുമാണ്. 14/8/2018 സർക്കാർ ഉത്തരവ് നമ്പർ 302/2018 സർക്കാർ ഉത്തരവിലെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ നടപടി സ്വീകരിച്ചു വരുന്നതും 5 വർഷത്തിലൊരിക്കൽ ഫെയർ വാല്യൂ പുതുക്കി നിശ്ചയിക്കാനുള്ള റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ അധികാരം വിനിയോഗിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ ഫെയർ വാല്യൂ പുതുക്കി നിശ്ചയിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നതാണ് സാർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചതായി PJ ജോസഫ് MLA അറിയിച്ചു. സാങ്കേതിക അനുമതി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ ആരംഭിക്കും. നിലവിലുള്ള ആശുപത്രി കെട്ടിടത്തിന് സമീപം തന്നെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. വണ്ണപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും PJ ജോസഫ് പറഞ്ഞു. MLA ഫണ്ടിൽ നിന്നും 98.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നത്. തൊടുപുഴ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു. ക്ഷേത്രം മേൽശാന്തി കൈതപ്പുറം നാരായണൻ നമ്പൂതിരി പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാലയ്ക്കായി എത്തിയത്.
പോത്താനിക്കാട് INTUC മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശാ വർക്കർമാർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഐക്യദാർഢ്യ ധർണ സംഘടിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് EM അലിയാർ അധ്യക്ഷത വഹിച്ചു. നിരവധി നേതാക്കൾ പങ്കെടുത്തു. പോത്താനിക്കാട് INTUC മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജോലിക്കനുസരിച്ചുള്ള കൂലി ആശമാർക്ക് ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് EM അലിയർ അധ്യക്ഷനായിരുന്നു. ഷാൻ മുഹമ്മദ്, KV കുര്യാക്കോസ്, NM ജോസഫ്, TA കൃഷ്ണൻകുട്ടി, അനിൽ എബ്രഹാം, സാബു വർഗീസ്, സാലി ഐബ്, ആശ ജിമ്മി, അലക്സിസ് കറിയ, ജിനു മാത്യു, ഫിജിന അലി, ഡോളി സജി, സിജി ജോർജ്, ജിജി അനീഷ്, IV ഷാജി, ജാൻസി സോജൻ തുടങ്ങിയവർ സംസാരിച്ചു. വളരെ മോശമായ ഭാഷയിൽ ഇവരുടെ ഈ സമരത്തെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ഇവരെ കുറിച്ച് പരാമർശങ്ങൾ നടത്തുകയും ഒരു സുരേഷ് ഗോപി ഏത് രാഷ്ട്രീയക്കാരനോട് സുരേഷ് ഗോപി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവരോട് സംസാരിച്ചിട്ട് അവർക്ക് ഉമ്മ കൊടുത്തോ എന്നാണ് ചോദിക്കുന്നത്. ഉമ്മ കൊടുത്തു. ഇത്ര അപഹാസ്യമായി സംസാരിക്കുന്ന ഞാൻ പറയുന്നത് കേരളത്തിലെ ആശാവർക്കർമാർ അവരെ ഇന്ന് കേരളത്തിലെ ജനം നെഞ്ചിലേറ്റിരിക്കുന്നു. കേരളത്തിലെ ജനം അവരുടെ ഈ സമരത്തിലെ മുഴുവൻ ജനങ്ങളും കാറ്റ് രാഷ്ട്രീയത്തിൽ അതീതമായി ജാതി മതഭേദമന്യേ ഇന്ന് അവർക്ക് മുഴുവൻ ആളുകളും അവരുടെ ഈ സമരം ന്യായമാണെന്ന് കണ്ടുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്ന RIMPയുടെ ഭാഗമായി തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. താലൂക്ക് പരിധിയിലുള്ള 12ഓളം ബാങ്കുകളിൽ നിന്നും ലീഡ് ബാങ്കിൽ നിന്നുമായി 29 പ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. സംരംഭകർക്ക് ഉദ്യം K-SWIFT രജിസ്ട്രേഷനുകൾ തത്സമയം എടുത്തു നൽകുകയും ചെയ്തു. വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്ന RIMPയുടെ ഭാഗമായി തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സിന്നമോൺ കൗണ്ടിൽ വെച്ച് ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു നിർവഹിച്ചു. നമ്മുടെ വിവിധ ബാങ്കുകളിൽ നിന്നെത്തിയ സ്റ്റാഫ്സ് നമുക്ക് കൃത്യമായ വിവരങ്ങൾ തരും. നമ്മുടെ വ്യവസായം വളരെയേറെ സന്തോഷത്തിൽ, നമ്മുടെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ ഏറെ സന്തോഷത്തിൽ നമ്മുടെ കുടുംബത്തിലേക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി വിവിധ വ്യവസായങ്ങൾ തുടങ്ങുന്നതിലേക്ക് വളരെ പ്രതീക്ഷയോടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേർക്കും, അത് വ്യവസായം വളരുക എന്ന് പറഞ്ഞാൽ നഗരത്തെ, നമ്മുടെ നാടിനെയും നഗരത്തെയും ഏറെ വളർത്തുന്ന തരത്തിൽ തന്നെയായിരിക്കും നമ്മുടെ ഓരോ വ്യവസായവും വളർന്നു വരുന്നത്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വ്യവസായവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേർക്കും ഏറ്റവും ആത്മാർത്ഥമായ രീതിയിലുള്ള അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുന്നു. താലൂക്ക് വ്യവസായ ഓഫീസർ ബാബുരാജ് KK സ്വാഗതം പറഞ്ഞ് സംസാരിച്ചു. ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ റെജി രാജ് ആശംസകൾ നേർന്ന് സംസാരിച്ചു. താലൂക്ക് പരിധിയിലുള്ള 12ഓളം ബാങ്കുകളിൽ നിന്നും ലീഡ് ബാങ്കിൽ നിന്നുമായി 29 പ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഓരോ ബാങ്കിന്റെയും പ്രതിനിധികൾ സംരംഭകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ, നാളിതുവരെ നൽകിയ MSME ലോണുകൾ എന്നിവ വിശദീകരിച്ചു. തുടർന്ന് ഓരോ ബാങ്കും ലോൺ അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുകയും MSME ലോൺ അപേക്ഷകൾ സ്വീകരിക്കുകയും ചെയ്തു. സംരംഭകർക്ക് ഉദ്യം K-SWIFT രജിസ്ട്രേഷനുള്ള തത്സമയം എടുത്തു നൽകി. വ്യവസായ മേഖലയിൽ നിന്ന് 134 പേർ പങ്കെടുത്തു. വ്യവസായങ്ങൾ നടത്തുന്നവർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ക്ലാസ് വളരെ ഉപകാരപ്രദമായിരുന്നു. നമുക്കറിയാം, പണം ഏത് വിധേനയും ഉണ്ടാക്കാം. നേരിന്റെ വഴി പോകാം, അല്ലാതെയും പോകാം. പക്ഷെ സംരംഭകൻ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനവും സംരംഭത്തിൽ ചെലവഴിച്ച് ഒരുപക്ഷെ ജീവിതത്തിന്റെ മനോഹരമായ നിമിഷങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് എന്തൊക്കെയോ നേടി ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഉള്ള, അല്ലെങ്കിൽ അവരുടെ ജീവിതം, അവരുടെ ആയുസ് മുഴുവൻ റിസ്ക് അല്ലെങ്കിൽ കഷ്ടപ്പാടുമായി മുന്നോട്ട് പോകുന്നവരാണ്. നമുക്ക് വിചാരിക്കട്ടനോടെ തോന്നും മുന്തിയ കാറുകളും മുന്തിയ ജീവിതവും നല്ല വീടുകളും നല്ല ഫെസിലിറ്റിയൊക്കെ ഉള്ളവരാണ് ഒരുപക്ഷെ സംരംഭകരെന്ന്. ഒരിക്കലുമല്ല. ഇതെല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ അവരുടെ അധ്വാനം, അവരുടെ കഠിനാധ്വാനം, അവരുടെ ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ജില്ലയിലെ വിവിധ ബാങ്കുകളെ ഏകോപിച്ചുകൊണ്ട് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രോഗ്രാം വ്യവസായങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്കുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വളരെ ഉപകാരപ്രദമായിരുന്നു. ചടങ്ങിന് വ്യവസായ വികസന ഓഫീസർ രാജേഷ് VS നന്ദി രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇളന്തേശം ബ്ലോക്കിലെ ക്ഷീരശ്രീ വനിതാ ഗ്രൂപ്പുകൾക്ക് പശുവാങ്ങൽ നൂതന പദ്ധതിയുടെയും ബ്ലോക്ക് ക്ഷീര കർഷക സംഗമത്തിന്റെ ഉദ്ഘാടനം മന്ത്രി J. ചിഞ്ചുറാണി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
വേനൽ കടുത്തതോടുകൂടി ജലക്ഷാമം രൂക്ഷമായെങ്കിലും നടപടിയെടുക്കാതെ വാട്ടർ അതോറിറ്റി എന്ന് പരാതി. കരിമണ്ണൂരിൽ പലയിടങ്ങളിലും കഴിഞ്ഞ 6 മാസമായിട്ട് ജലവിതരണം താറുമാറായ അവസ്ഥയിൽ. വേനൽ കനത്തതോടെ ഹൈറേഞ്ചിന്റെ കാർഷിക മേഖലയാകെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. വട്ടവടയിലെ ശീതകാല പച്ചക്കറി കർഷകർ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിൽ. കോതമംഗലം താലൂക്കിലെ ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ഉയർന്ന ഫെയർ വാല്യൂ RDO 2 ആഴ്ചയ്ക്കകം പുനർനിർണ്ണയിക്കുമെന്ന് മന്ത്രി GR അനിൽ. ഇടുക്കി ജില്ലാ CPM നേതൃത്വത്തിനെതിരെ UDF. ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി നിർവഹണം തടസ്സപ്പെടുന്നതിൻ്റെ ഉത്തരവാദിത്തം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കളക്ടറും ആസൂത്രണ സമിതി അംഗം CV വർഗീസും ഏറ്റെടുക്കണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും കൺവീനർ പ്രൊഫസർ MJ ജേക്കബും തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.